ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉഴുന്ന് വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്ന് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളമൊഴിക്കാതെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാക്സിമം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അരച്ചെടുത്ത ശേഷം ഒരു 3 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. റെസ്റ്റ് ചെയ്യാൻ വെക്കാതെയും നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 1 സവാള, ചെറിയൊരു ക്യാരറ്റ് എന്നിവ ഞാൻ വളരെ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മാവിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ അരിമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് കുറച്ച് ചേർക്കുക. മാവ് കുഴച്ച് കഴിഞ്ഞ ശേഷം ആവശ്യമാണെന്ന് തോന്നിയാൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യമേ കൂടുതൽ ഉപ്പ് എടുത്തിട്ട് കൊടുത്താൽ വടയ്ക്ക് ഉപ്പ് കൂടിപ്പോകും. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വട പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ പറ്റിപ്പോകും. വട ഇതുപോലെ നമുക്ക് ഒരു കൈയിലെടുത്ത് ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിയാൽ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. ഇവിടെ ഒരു സൈഡ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എണ്ണ കയ്യിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂടെണ്ണ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക, സാവധാനം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് 2 സൈഡും മൂപ്പിച്ചെടുക്കാം. ഇവിടെ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ വടയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. താങ്ക് യു.